പെട്ടെന്ന് വീട്ടിൽ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും നമുക്കൊന്ന് പുറത്തോട്ട് പോയാലോ എന്ന് തോന്നും. അങ്ങനെ പെട്ടെന്ന് പോയപ്പോൾ എടുത്തുള്ളൊരു വീഡിയോ ആണിത്. ഇത് ഞങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും കുറച്ച് അപ്പുറത്തായിട്ടുള്ള ഒരു ഐലൻഡാണ്, ചെറിയൊരു ഐലൻഡാണ്. അതാ കാണുന്നതാണ് ഐലൻഡ്. പക്ഷെ ഞങ്ങൾ ഐലൻഡിനകത്തോട്ട് കയറിയില്ല. ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ കൂടെ കണക്കാക്കി ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാതെയാണ് ഇവിടെ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനകത്തോട്ട് കയറിയില്ല. ഐലൻഡിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ കയറുന്നതിന് ടിക്കറ്റ് ചാർജ് ഉണ്ട്. അതായത് അഡൽസിന് 35ഉം കുട്ടികൾക്ക് 20ഉമാണ്. ഐലൻഡിനകത്ത് വന്നിട്ട് ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്. അപ്പോൾ അതിന് പിന്നെയും സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട്. ടിക്കറ്റ് ഉണ്ട്. 50 ദിറമാണ് അഡൽട്ടിന്, കിഡ്സിന് 20 തോന്നുന്നു. അപ്പം ഞങ്ങൾ അത്യാവശ്യം ടിക്കറ്റ് റേറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ തൽക്കാലം അതിനകത്തോട്ടൊന്നും കയറിയിട്ടില്ല. ഞങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ എപ്പോഴെങ്കിലും അവിടെ പോകും. അപ്പോൾ ഉള്ള വീഡിയോ ഞാൻ എടുക്കാം. ബട്ടർഫ്ലൈ ഗാർഡൻ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഞങ്ങൾ പോകുമ്പോഴുള്ള വീഡിയോ ഞങ്ങൾ എടുത്തിടും. ഇവിടെ നിന്നപ്പോൾ ഞങ്ങളിങ്ങനെ പോകണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നുവെച്ചാൽ ഒരു രണ്ടും കെട്ട സമയത്താണ് നമ്മൾ പോയത്. ഫുഡ് കഴിച്ചിട്ടില്ല. അകത്ത് കയറിയ ഫുഡ് ഉണ്ടായിരിക്കും, പക്ഷേ അതിനൊക്കെ ഭയങ്കര വിലയായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ കൺഫ്യൂഷനിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണിത്. അവസാനം ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഓപ്പോസിറ്റ് കുറച്ച് മരങ്ങളൊക്കെ കാണുന്നില്ലേ, അതാണ് ഐലൻഡ്. ഇതിൻ്റെ ബാക്ക് സൈഡ് കുറേ ഈന്തപ്പഴത്തിൻ്റെ മരം ഉണ്ടല്ലോ, അത് നിറയെ ഉണ്ട്. ആ ഗ്രൗണ്ടിലാണെങ്കിൽ ഓരോരോ ഫാമിലീസ് ഉണ്ടല്ലോ, അവർ ബർത്ത്ഡേ പാർട്ടി, പിന്നെ ഗെറ്റ് ടുഗെദർ, അതുപോലത്തെ എല്ലാ ഫങ്ഷൻസും അവിടെ വന്ന് അവർ ഡൈനിങ് ടേബിൾ, ചെയർ, ഇങ്ങനെ മടക്കുന്ന ചെയറൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ അവർ വാങ്ങിക്കൊണ്ട് വന്ന് അവിടെ ഇരുന്ന് ഫാമിലി ഫങ്ഷൻസ് എല്ലാം ആ ഗ്രൗണ്ടിൽ അവർ അറ്റൻഡ് ചെയ്യും. നമ്മൾ പോയപ്പോൾ തന്നെ ഒരു 2 ബർത്ത്ഡേ പാർട്ടി അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ളൊരു മെഗാമാൾ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, ഒരു മാളുണ്ടായിരുന്നു. അവിടെ ഒന്ന് കയറി ചെറുതായിട്ടൊന്ന് ഷോപ്പ് ചെയ്തു. വലിയ ഷോപ്പിങ്ങൊന്നുമില്ല, ചെറുതായിട്ട് മോനുമുള്ള 1-2 ഡ്രസ്സ് എടുത്തു. അതേ ഞങ്ങൾ നേരെ വീട്ടിൽ പോയി, അത്രയേ ഉള്ളൂ. ഫുഡ് കഴിച്ചായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു. ഞങ്ങൾ ഊണ് കഴിച്ചു, കുട്ടികൾക്ക് ബിരിയാണി വാങ്ങിക്കൊടുത്തായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ചെറിയ വ്ളോഗ്. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇൻസ്റ്റഗ്രാം പേജ് ലിറ്റിൽ ഹഗ്സ് എന്നാണ്, അതെല്ലാവരും ഫോളോ ചെയ്യണം. എനിക്കതിൽ ഫോളോവേഴ്സ് ഒന്നുമില്ല, അപ്പോൾ എല്ലാവരും അത് ഫോളോ ചെയ്യണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഡ്രസ്സ് എടുക്കാൻ സമയത്തുള്ള ഏറ്റവും വലിയ പാടാണ് ഈ കുട്ടികൾക്ക് അതിനെ ഒന്നിങ്ങനെ വെച്ച് നോക്കുന്നതും. ഒന്നിനും നിന്ന് തരില്ലായിരുന്നു. അമ്മുക്കുട്ടി ഓട്ടമായിരുന്നു അവിടെ കിടന്ന്. ഈ മാളിലൊക്കെ പോകുമ്പോൾ മോളും നല്ലതായിട്ട് ഓടി കളിക്കുമായിരുന്നു. ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഇത് ഇട്ട് നോക്കാം, അതിട്ട് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ കേൾക്കുന്നില്ല. അമ്മുവിന് അത് വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് എടുക്കാമെന്ന് പറഞ്ഞപ്പം അവളവിടെ നിന്ന് ഓടിപ്പോയി. അപ്പം ഞാൻ പറയാണ് ഓടരുതെന്ന് പറയാണ്. അവസാനം ഓടിയില്ല, എൻ്റെ അടുത്ത് അത്തേക്ക് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ കാറിൽ ഇരുന്നപ്പോൾ ഞാനും മോനും കൂടെ ജാലക്കാരി പാട്ടൊന്നും പാടി കളിച്ചതാണ് ഇത്.